പിന്നെ ഈ അമീബിക് ജ്വരം വന്നപ്പോൾ എപ്പോഴും ഈ 10 കൊല്ലം മുമ്പ് പോകുന്നതിനാ പോയി അബദ്ധത്തിൽപ്പെട്ടില്ലേ മന്ത്രി? 2018 ഒരു സാധനം സ്ക്രാപ്പ് ചെയ്ത് 2013 അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഒരു സ്റ്റഡി നടത്തിയിട്ട് ഗവൺമെന്റിന് കൊടുത്തിട്ട് ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, കേരളത്തിലെ അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യം റിപ്പോർട്ട് ചെയ്തെന്ന ഫസ്റ്റ് കേസ് 2016 ഫസ്റ്റ് കേസ് 2016 ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്ത് 2013 അതല്ല. 2013 അതിന്റെ റിസൾട്ട് ഇതാണ്. മോസ്റ്റ് ഓഫ് ദി corneal ulcers responded well to treatment which was started early in their course due to early detection of the parasite by direct microscopy of confirmation. കണ്ണിൽ വരുന്ന ഒരു അൾസറിനെ കുറിച്ചുള്ള സ്റ്റഡി റിപ്പോർട്ടാണ്. അതാണ് 2018 ജേർണലിൽ വന്നത്. 2013 അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് ഇവിടെ റിപ്പോർട്ട് കൊടുത്തു. ഗവൺമെന്റ് നടപടി സ്വീകരിച്ചില്ല. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 12 കൊല്ലം മുമ്പ് നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഈ മസ്തിഷ്ക ജ്വരം വരുന്നതെന്ന് ഈ ആരോഗ്യമന്ത്രി അല്ലാതെ ആരെങ്കിലും പറയോ? ഇനി വച്ചെന്നിരിക്കട്ടെ, അതിനു മുമ്പ് നിങ്ങളിവിടെ ഇരിക്കുന്നത് 9.5 കൊല്ലമായില്ലേ? ഈ ഇവിടെ 3 കൊല്ലമായിട്ട് മസ്തിഷ്ക ജ്വരം 2021 തൊട്ട് റിപ്പോർട്ട് ചെയ്ത് വരുമല്ലേ? എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ട്. എന്ന് മുതലാണെന്ന് മന്ത്രി തന്നെ പറഞ്ഞുണ്ട്. The minister said that while the first case came to light in 2016 in Tiramala ward, 2 cases each came to light in Malappuram in 2019 and 2020. ഇതാണ്. എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് എന്ന് ഒരു ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഒരു മന്ത്രിസ്ഥാനത്ത് ഇരിക്കുമ്പോൾ എന്തിനാണ് 12 കൊല്ലം മുമ്പ് ഭരിച്ച ഒരു ഗവൺമെന്റിന്റെ തലയിൽ കൊണ്ടുപോയി അത് കെട്ടിവെക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? 2016 ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത് മന്ത്രി മറുപടി പറഞ്ഞു. എല്ലാ രേഖകളും ഇത് മീഡിയ സ്കാനിങ് ആൻഡ് വെരിഫിക്കേഷൻ സെല്ലാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ പബ്ലിക്കേഷൻ ഡേറ്റ് ആണ്. അതിലാണ് സംസ്ഥാനത്തെ മന്ത്രി വീണ ജോർജ് പറഞ്ഞതിനെ കുറിച്ച് ഇതിനകത്തുള്ളത്. ആദ്യത്തെ കേസ് 2016 കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിരിക്കുക. എന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. നാടൊരു സിറ്റുവേഷൻ നേരിടുമ്പോൾ, ഒരു പ്രശ്നം നേരിടുമ്പോൾ ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യില്ല. ഏത് കാര്യത്തിനാ ഞങ്ങളെ സപ്പോർട്ട് ഇല്ലാത്തത്? ഏത് നല്ല കാര്യത്തിനാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത്? എന്തിനാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത്? ഇങ്ങനത്തെ ഒരു രോഗത്തെ നേരിടുന്ന കാര്യത്തിൽ ഞങ്ങൾ ആരെങ്കിലും എതിർക്കൂ? ഞങ്ങൾ ഗവൺമെന്റിന് എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കില്ലേ? പക്ഷേ നിങ്ങളെല്ലാം രാഷ്ട്രീയമാക്കി മാറ്റുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.